അങ്ങനെ നാളുകൾക്ക് ഇപ്പോഴും നമ്മുടെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു ചർച്ചാ വിഷയമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന നമ്മുടെ വെനിൻസുല അറ്റാക്ക്. അപ്പോൾ അതിന് മെയിൻ ആയിട്ട് അമേരിക്ക കുറച്ച് റീസൺസ് പറഞ്ഞായിരുന്നു. പക്ഷേ അത് പാടെ തെള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ജൈവ വൈവിധ്യവും അതേപോലെ ടൂറിസമാണ് നമ്മുടെ ഏറ്റവും പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയും. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തിനും ഓരോ രാജ്യത്തിനും അതിൻ്റെതായ തന്നെ വരുമാന സ്രോതസ്സുകളുണ്ട്. അതുപോലെ തന്നെ വെനിൻസുലയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് അവിടെയുള്ള ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഓയിൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ എക്സ്ട്രാക്ഷൻ നോക്കി വെച്ചിട്ടായിരിക്കണം ട്രംപ് വെനിൻസുലയെ പല കാരണങ്ങൾ പറഞ്ഞ് ആക്രമിച്ചപ്പോൾ കീഴടക്കിയിട്ടുള്ളത്. പിന്നുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് CIA ജെഫ്രിൻ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയൽ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ജെഫ്രിൻ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു മൾട്ടി ബില്യണർ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പലതരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് അതേപോലെ തന്നെ ഒരു പെഡോഫൈലുമായിരുന്നു. അപ്പോൾ മെയിൻ ആയിട്ട് അതിന്റെ കുറച്ച് ഫയൽസ് പുറത്തു വിട്ടപ്പോഴത്തേക്ക് ട്രംപ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രമുഖരുടെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പം CIA എപ്സ്റ്റീൻ ഫയലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ശരിക്കും ലോകത്താകമാനം ഇതൊരു കോളിലൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് അമേരിക്ക കറക്റ്റായിട്ട് വെനിൻസുലയെ അറ്റാക്ക് ചെയ്തത്. അതായത് ഇതിൽ തെളിയുന്ന എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ കാര്യങ്ങൾ വലിയ ഇതിൽ ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് അമേരിക്ക അല്ലെങ്കിൽ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വെനിൻസുലയെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഈ എപ്സ്റ്റീൻ ഫയലിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, നമ്മൾ വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ CIA പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലിന്റെ PDF നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഫയലെന്ന് കമന്റ് ചെയ്താൽ മതി. ജസ്റ്റ് എനിക്ക് ഞാൻ DM ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകളായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേരെ. അപ്പോൾ അടുത്ത കണ്ടന്റായിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഔട്ട്. ബൈ.